ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു ടോപ്പിനാണ് ഈ വരച്ചിട്ടിരിക്കുന്നത്. ലൈനിങ്ങിലാണ് വരച്ചിട്ടിരിക്കുന്നത്. നല്ല തുണി അടിയിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ വണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വണ്ണം എടുത്ത് വണ്ണത്തിനേക്കാൾ 1 ഇഞ്ച് എട ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് 20 ഇഞ്ച് താഴ്ച വന്നപ്പോൾ മുകളിൽ നിന്ന് 20 ഇഞ്ച് താഴ്ച വന്നപ്പോൾ ഇവിടെ എത്ര അടയാളപ്പെടുത്തിയോ അത്രയും തന്നെ വേണം. ഇച്ചിരി കൂടെ 1/2 ഇഞ്ച് കൂടെ വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 1/2 ഇഞ്ച് കൂടെ ലൂസ് ഇട്ടു. അവിടെ ഒരു പിടുത്തം വരാതിരിക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഇറക്കം എടുത്തിട്ടുണ്ട്. നേരെ താഴെ ലൈനിങ് ഇത്രയേ കൊണ്ടുവന്നുള്ളൂ. അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ല ഇറക്കത്തിലാണ് ഇത്. ഞാൻ 47 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഈ ടോപ്പിന്റെ ഇറക്കം 47 ഇഞ്ച് ഇടും. കാരണം പാൻറ്റും ആ കളറായതുകൊണ്ടേ ഇതിന് നല്ല ഇറക്കത്തിലും വെക്കും. പാൻറ് ഇറക്കം കുറച്ചും തയ്ക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ മോഡലാ പാൻറ്റിന് ഇറക്കം കുറച്ചുള്ളത്. അപ്പം ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ മുൻവശത്തെ പീസാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ബാക്ക് പീസ് ഒട്ടും കട്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടും കട്ട് ചെയ്യാതെ തയ്ക്കുന്നതാണ്. അപ്പോൾ ഒരു ഹൈനെക്ക് പോലെ ഇങ്ങനെ കോളർ പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അങ്ങനെയാണ് തയ്ക്കുന്നത്. അങ്ങനെ തയ്ച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അവർ പറയുന്ന മോഡലിലാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൾ കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ പുറകിലത്തെ പീസിൽ ഇങ്ങനെ 2 ടക്ക് വരും, 2 തയ്യൽ വരും കേട്ടോ ഈ ഭാഗത്തായിട്ട്. അത് പുറകിലത്തെ പീസേ ഞാൻ കാണിച്ചു തരാം. ഇത് പുറകിലത്തെ പീസാണ്. ഇത് നമ്മൾ മുകളിൽ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഇവിടം കണ്ട് നേരെ താഴോട്ട് 10 ഇഞ്ച് എടുത്തിട്ട് അവിടുന്ന് ഈ ടക്ക് ഇടുന്നത് 10 ഇഞ്ചാണ്. അങ്ങനെ ഈ പുറകിലത്തെ പീസിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടോപ്പും തയ്ച്ച് കഴിഞ്ഞു. ഞാൻ എന്താ ഈ കഴുത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പുറഭാഗം ശകലം പോലും കട്ട് ചെയ്തില്ല, നിരപ്പിന് തന്നെ ഇട്ടിരിക്കുവാണ്. പിന്നെ ഇത്ര ഇറക്കം എടുത്തിട്ടുണ്ട്, നല്ല ഇറക്കം എടുത്തിട്ടുണ്ട്. കാരണം പാൻറ്റും ടോപ്പും ഒരേ കളറാകുമ്പോഴത്തേക്കുണ്ടല്ലോ പാൻറ്റിന് ഇറക്കക്കുറവ് വരും. നല്ല ഇറക്കക്കുറവ് വരും. ഹോൾ സെറ്റോ അങ്ങനെ എങ്ങോട്ടൊന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതാണ്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇരുട്ടിയാണെങ്കിൽ ഇത് തയ്ച്ചെടുത്ത് രാവിലെ അവർ വരുമ്പോൾ നമുക്കിത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.